നമസ്കാരം, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖം വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ലേയർഡ് ആയിട്ടുള്ള ബ്ലാക്ക് കോഫി ആയിട്ടാണ്. ഇത് കോഫി ആയിട്ട് ചെയ്യാം, അതല്ലെങ്കിൽ ചായ ആയിട്ടും ചെയ്യാം. അപ്പോൾ ഇതിനു മുൻപ് ഞാൻ നമ്മുടെ സൽക്കാര ടീ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് 2 ലെയർ ആയിട്ടുള്ള ചായ ഇട്ട് ഓർമ്മയില്ലേ? സൽക്കാര ടീ എന്ന് പറയും, അതല്ലെങ്കിൽ ഡാൻസിങ് ടീ എന്നോ പൊന്നാനി ടീ എന്നോ എന്ത് വേണമെങ്കിലും പറയാൻ പറ്റുന്ന ചായ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് എനിക്ക് റിപ്ലൈ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയാണ്. ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കാണാൻ മറക്കരുത്. ആ റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിനേക്കാൾ എക്സൈറ്റഡ് ആണ് ആ റെസിപ്പി. അപ്പോൾ ഈ റെസിപ്പി എങ്ങനെ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിങ്ങനെ നമ്മുടെ ഡാൻസിങ് ടീനെ പറ്റി എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവള് പറഞ്ഞത് ഇപ്പോൾ പൊന്നാനി ടീ ഭയങ്കര തരംഗമാണ് ഫേസ്ബുക്കിൽ എന്നൊക്കെ പറഞ്ഞപ്പോൾ, അപ്പോൾ അവളെ എൻ്റെ ചെടി നീ ബ്ലാക്ക് ടീ കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ലേയർഡ് ആയിട്ടുള്ള. പിന്നെ ബ്ലാക്ക് ടീയോ? ഇല്ല, ഞാൻ കുടിച്ചിട്ടില്ല, ഞാൻ അവിടെ സൽക്കാര ടീ മാത്രമേ കുടിച്ചിട്ടുള്ളൂ, ലേയർഡ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ അവള് പറഞ്ഞു ഇങ്ങനെ ആലപ്പുഴയിലൊരു കടയുണ്ട്, ഒരു ചെറിയ കടയാണ്, അവിടെ ഇങ്ങനെ ചായ കുടിക്കാൻ പോയപ്പോൾ അവിടെ നിന്ന് കിട്ടിയതാണ് ഈ ചായ. അപ്പോൾ അതിൻ്റെ തുളസിയുടെ ഇലയും കൂടെ അതിൻ്റെ മുകളിൽ ഇട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് കുടിച്ചപ്പോൾ ഞാൻ നിന്നെ ഓർത്തു. അങ്ങനെയാണ് എനിക്ക് ആ സംഭവം പറഞ്ഞു തന്നത്. അപ്പോൾ അവൾക്ക് കടയുടെ പേരൊന്നും അറിയില്ല. അപ്പോൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, ആലപ്പുഴയിലുള്ള ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, ആ ചായക്കട അറിയുന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് താങ്ക്സ് പറയണം. കാരണം ഈ ഒരു ഐഡിയ അവരാണ് എനിക്ക് തന്നത്. അത് അറിയാതെയാണെങ്കിൽ പോലും അവരിൽ നിന്നാണ് എനിക്ക് ഐഡിയ കിട്ടിയത്. അപ്പോൾ അനുവിനും ഈ അവസരത്തിൽ താങ്ക്സ് പറയാണ്. അപ്പോൾ അനു പറഞ്ഞ സമയം തന്നെ അപ്പോൾ തന്നെ ഞാൻ ഉണ്ടാക്കി നോക്കി. അപ്പോൾ കറക്റ്റായിട്ട് വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കി നോക്കണം ഇതും, അതുപോലെ തന്നെ നമ്മുടെ സൽക്കാര ടീയും. അപ്പോൾ അതിനുശേഷം ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ ഒട്ടും താമസിക്കണം, നമുക്ക് എങ്ങനെയാണ് 2 ലെയർ ആയിട്ടുള്ള ബ്ലാക്ക് കോഫി തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഡാൻസിങ് കട്ടൻ കോഫി ഉണ്ടാക്കാൻ തുടങ്ങാം. ഇത് നിങ്ങൾക്ക് കോഫി വെച്ചും ചെയ്യാം, അതുപോലെ തന്നെ ചായപ്പൊടി വെച്ചിട്ടും ചെയ്യാം. കട്ടൻ ചായ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുള്ള കാരണം കോഫി വെച്ച് ചെയ്യുന്നു മാത്രം. കട്ടൻ കോഫി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിൽ ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. നന്നായി തിളക്കട്ടെ. അതിനുശേഷം നമുക്ക് ആദ്യം തന്നെ ഒരു ഗ്ലാസ്സിൽ കുറച്ച് കോഫി പൗഡർ ഇട്ട് മിക്സ് ചെയ്തിട്ട് കോഫിയുടെ ഡിക്കോഷൻ റെഡിയാക്കണം. അതിനുശേഷം നമുക്ക് എങ്ങനെയാണ് ഇത് ഡാൻസിങ് കോഫി ആയിട്ട് മാറ്റാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. അതിൽ നിന്ന് വെള്ളം കുറച്ചെടുത്തിട്ട് നമുക്ക് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കോഫി മിക്സ് ചെയ്യാനുള്ള വെള്ളമാണ്, അപ്പോൾ കുറച്ച് മതി കേട്ടോ. അപ്പോൾ ഒരു 1/4 ഗ്ലാസ് പോലും എടുത്തിട്ടില്ല ഞാൻ വെള്ളം. അതിലോട്ട് നമുക്ക് കോഫി പൗഡർ മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് നെസ്കഫെ ഗോൾഡ് ആണ്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് കോഫി പൗഡർ ആണോ അത് ഉപയോഗിച്ചാൽ മതി. അതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ കോഫി പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു നല്ല കടുപ്പത്തിലുള്ള ഒരു കോഫിയുടെ ലിക്വിഡ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇതാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് 2 ഗ്ലാസ് എടുക്കാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു രസത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. ഇപ്പോൾ മധുരം ഇച്ചിരി കൂടുതലായിരിക്കും. 2 പേർക്ക് കോഫി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഈ കോഫി ഉണ്ടാക്കുക ഒരു രസത്തിന് വേണ്ടിയിട്ട്. അതിനുശേഷം പിന്നെ വേറൊരു കോഫി മധുരമില്ലാണ്ട് ഉണ്ടാക്കിയിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. കാരണം ഈ കോഫി കുറച്ച് സ്വീറ്റ്നെസ് ഉള്ളതാണ്. അപ്പോൾ നമുക്ക് 2 ഗ്ലാസ്സിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഏത് ഗ്ലാസ്സാണ് നിങ്ങൾ എടുക്കുന്നത് ആ ഗ്ലാസിൻ്റെ 1/4 ഭാഗത്തോളം നല്ല ചൂട് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര ഇല്ലെങ്കിൽ ഈ കോഫി ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ വെള്ളത്തിൽ പഞ്ചസാര ചേർക്കുമ്പോഴാണ് ഡെൻസിറ്റി വരിക വെള്ളത്തിന്. അതിന് ശേഷമാണ് നമുക്കതിലോട്ട് ആ കോഫി മിക്സ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നന്നായിട്ട് വെള്ളത്തിൽ പഞ്ചസാര ഇട്ടതിന് ശേഷം മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പഞ്ചസാര അലിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഈ ഗ്ലാസ്സിലത്തെ കോഫിയില്ലേ അതൊരു സ്റ്റീൽ ഗ്ലാസ്സിലോട്ട് ഞാൻ ഒഴിക്കാൻ പോവാണ്. കാരണം ഒഴിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് സ്റ്റീൽ ഗ്ലാസ്സിലോട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലാസ്സിലോട്ട് കോഫി ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡിൽ കൂടെ ഒഴിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. കാരണം ഡയറക്റ്റ് ആയിട്ട് ചുമ്മാ ഒഴിക്കാൻ പാടില്ല. അപ്പോൾ സൈഡിൽ കൂടെ വളരെ പതുക്കെ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല കടുപ്പത്തിലുള്ള കോഫി ആയിരിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഓക്കെ, ഒഴിച്ചു കൊടുത്ത് വേണ്ട. ഇപ്പം നോക്കൂ, ലെയർ ആയിട്ടിരിക്കുന്നത് വേണ്ട. മുകളിലത്തെ ലെയറും താഴത്തെ ലെയർ ഒട്ടും കൂട്ടിമുട്ടിയിട്ടില്ല. അതുപോലെ തന്നെ അടുത്ത ഗ്ലാസ്സിലോട്ട് നമുക്ക് സൈഡിൽ കൂടെ തന്നെ ഒഴിച്ചു കൊടുക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാം. ചൂടുണ്ടായിരിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ചൂടാറി കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ പതുക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം സൈഡിൽ കൂടെ. കണ്ടോ, കിടന്ന് ഡാൻസ് ചെയ്യുന്നുണ്ടോ?
അത്രേ ഉള്ളൂ പരിപാടി. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര ആ ഒരു ഗ്യാപ്പ് വരില്ല, താഴോട്ടും കുറച്ചും കൂടെ പോരും, കാരണം അതിൻ്റെ ഡെൻസിറ്റി കുറവായിരിക്കും. അപ്പോൾ പഞ്ചസാര കൂടുന്തോറും ആ ഗ്യാപ്പ് കൂടും, അതുപോലെ തന്നെ ആ ഭംഗിയും കൂടും. പക്ഷേ നമുക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇത്ര പഞ്ചസാര പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതൊരു രസത്തിന് വേണ്ടി നിങ്ങൾ എടുക്കുക, എപ്പോഴെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഒരു എൻ്റർടൈൻമെൻറ്റിനായിട്ട്. അപ്പോൾ ഇത്രയുള്ള പരിപാടി ഈസി പീസിയാണ്. ഡാൻസിങ് കട്ടൻ ചായയും റെഡിയാക്കാൻ പറ്റും, ഡാൻസിങ് കട്ടൻ കോഫി റെഡിയാക്കാൻ പറ്റും. കട്ടൻ കോഫിനൊന്ന് ഡാൻസ് ചെയ്യിപ്പിക്കണ്ടേ? ഇളകിയിട്ടില്ല. നമ്മൾ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്താൽ മാത്രമേ അത് ഇളകുള്ളൂ. ഡാൻസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാലും അത് മിക്സ് ആവില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് നമ്മുടെ കോഫി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ സാധാരണ ഒരു കട്ടൻ കോഫി ആയിട്ടുണ്ട്, പ്രത്യേകത ഒന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലോട്ട് ചൂട് പാലൊഴിച്ച് കഴിഞ്ഞാൽ പാലൊഴിച്ച് കോഫി ആവും. പിള്ളേർക്കൊക്കെ കാണിച്ചു കൊടുക്കാൻ ഒരു മാജിക് ട്രിക്ക് പോലെയുള്ള ഒരു സംഭവമാണത്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. രണ്ടിനും നല്ല ചൂടുണ്ടായിരിക്കും, പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. പിന്നെ സൈഡിൽ കൂടെ മാത്രം ഒഴിച്ചു കൊടുക്കണം, അല്ല ഡയറക്റ്റ് ആയിട്ട് പോർ ചെയ്യാൻ പാടില്ല. അത് മാത്രം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള ലേഡായിട്ടുള്ള കോഫി ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് സിപ്പ് ചെയ്യട്ടെ. മധുരം ഉണ്ടെന്ന് എനിക്കറിയാം. ഞാനിനി കുറച്ചും കൂടെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുടിക്കും. എല്ലാവരും തയ്യാറാക്കി നോക്കുക നമ്മുടെ എക്സൈറ്റഡ് ആയിട്ടുള്ള ലേഡായിട്ടുള്ള ബ്ലാക്ക് കോഫി ഓർ ബ്ലാക്ക് ടീ. അതിനുശേഷം എനിക്ക് ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മൾ വീനസ് കറിവേൾഡിൽ ആദ്യമായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു 2 ലെയേർഡ് ചായ, അതായത് സൽക്കാര ടീ, ഡാൻസിങ് ടീ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് എനിക്ക് കമൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ആ റെസിപ്പിയും ട്രൈ ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും തരാം. അപ്പോൾ 2 ടൈപ്പ് കോഫിയും ചായയും ട്രൈ ചെയ്തിട്ട് എന്നോട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള അതേസമയം ഈസി പീസ് ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. എൻ്റെ പറ്റുണ്ട് ഡിന്നറാണ്. സവാള അല്ല കേട്ടോ, അവക്കാഡോ പ്ലസ് പുഴുങ്ങിയ മുട്ട. എന്താ ചെയ്യാ, ഇതുപോലത്തെ ഓരോ കാര്യങ്ങളൊക്കെ എൻ്റെ കിട്ടും കഴിക്കുക. അപ്പോൾ വേറൊന്നുമില്ല, അവക്കാഡോ മുറിച്ചു, അതിൻ്റെ ഉള്ളിലോട്ട് കുറച്ച് ലെമൺ ജ്യൂസ് ഉപ്പും കൂടിയിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പുഴുങ്ങിയ മുട്ട വെച്ചു, അതിലോട്ട് വീണ്ടും കുരുമുളകും ഉപ്പും കൂടി ഇട്ടു. അത്രയുള്ള പരിപാടി. കഴിച്ചോട്ടോ, കുറച്ച് കുരുമുളക് ഇട്ടു. എങ്ങനെയാണ് മുട്ട അവക്കാഡോ കഴിക്കുക? ഡെമോൺസ്ട്രേഷൻ കാണിക്കുന്നില്ല. വേണമെങ്കിൽ അതില് ഇത്തിരി പുറത്തച്ച മീൻകറി വെച്ച് അടിപൊളി. പക്ഷെ ബാക്കി ഇരിപ്പുണ്ട് ഇവിടെ. മതി 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 മതി. അവക്കാഡോ പഴുപ്പത്തിരി കുറവാ. ഒരുപാട് പഴുത്ത് കഴിഞ്ഞാൽ കറുത്തു പോകും. അടിപൊളി. എനിക്കിഷ്ടം അവക്കാഡോ, ഞാൻ ഡെയിലി കഴിക്കാൻ പോയി.